ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും അടുത്ത ആഴ്ച മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞത് അത് ഞാൻ പറയാം. അതിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാരണം ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് പറയാം. S&P 500 നോക്കാം. അത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. S&P 500 നല്ല ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. അതിന് വലിയ കുഴപ്പമില്ല. അമേരിക്കൻ മാർക്കറ്റായ നാസ്ഡാക്ക് അതും ഓൾ ടൈം ഹൈ ബ്രേക്ക് 17,650 വരെ പോയിന്റ് ആയിരുന്നു. ഇപ്പോൾ തിരിച്ച് 17,421 വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ക്യാൻഡിൽ കണ്ടാൽ അറിയാം, ഒരു താഴോട്ട് പോരാനുള്ള ക്യാൻഡിൽ പോലെയാണ് നിൽക്കുന്നത്. അതായത് ഒരു 17,000 വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നാസ്ഡാക്കിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ, നിങ്ങൾ ധരിക്കരുത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 17,000 അതായത് 400-420 പോയിന്റ് വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട് നാസ്ഡാക്കിൽ. ഇപ്പം എന്നാലും നിലവിലെ ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ US മാർക്കായ ഡോ ജോൺസിൻ്റെ അവസ്ഥ എന്താ? അതും ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ജപ്പാൻ മാർക്കറ്റായ നിക്കി ഈ ചെറിയൊരു ഓൾ ടൈം ഹൈയിൽ തന്നെയാണ്, എന്നാലും ചെറിയൊരു വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫട്സ് നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയാനും പറ്റുള്ളൂ. പിന്നെ ടാക്സ് അതായത് ജർമ്മൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് അതിശക്തമായി നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് അവിടെ വന്ന് നിൽക്കുന്നത്. SCXC 14 ഇതും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പറന്ന് നിൽക്കുകയാണ് ഓൾ ടൈം ഹൈയിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മാർക്കറ്റ്, ഞാൻ ഇപ്പോൾ തമ്പനയിലിട്ടത് നമ്മുടെ മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് പറഞ്ഞത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസ് ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ നിങ്ങൾ കണ്ടിരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കൃത്യമായിട്ട് അടിവരിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 21,550 വലിയൊരു ലെവൽസാണ്. ആ 21,550 ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി മുന്നിണ്ടാക്കിയ സപ്പോർട്ടായ 280 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച അത് വളരെ കൃത്യമായിട്ട് തന്നെ സംഭവിച്ചു. 21,550 ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോന്നു. നമ്മളെ ആ ഒരു പ്രതീക്ഷത്തിന് കൂടുതലായിട്ട് താഴോട്ട് പോകും. നമ്മൾ 250 സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ 195 വരെയോളം ശക്തമായിട്ട് താഴോട്ട് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവൽസ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോണതല്ല, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 21,550 ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫോളോ ആയിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. നിങ്ങൾ ഓപ്ഷൻസ് ചെയ്യാൻ അറിയുന്ന ആളുകളാണെങ്കിൽ, ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ 21,550 ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോരുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടാൽ മതി. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ 10-350 പോയിന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. 10-350 പോയിന്റ്. അത്തമണി എടുക്കുകയാണെങ്കിൽ 350 പോയിന്റ് കിട്ടില്ല. കാരണം അത്തമണിയുടെ ഡെൽറ്റ വാല്യൂ നിങ്ങൾക്ക് അറിയാം 0.5 ആണ്. അപ്പോൾ വേണ്ട, 350ൻ്റെ 0.5 175 പോയിന്റ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ലേ. 175 പോയിന്റ് കിട്ടാന്ന് പറയുമ്പോൾ ഒരു 8,000 വരെ അടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും പെർ ലോട്ടുമേ. ഓക്കെ, 8,000 വരെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവൽസ് വളരെ കൃത്യമാണ്. 550 ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ താഴോട്ട് പോരുന്നു പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു, യാതൊരു തെറ്റും ഉണ്ടായില്ല. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ എന്താ പറഞ്ഞത്, അതും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ ലെവൽസ് ഞാൻ പറഞ്ഞു. 45,500 ഒരു തവണയും കൂടി താഴോട്ട് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ 44,500 വരെ പോകുന്നു പറഞ്ഞിരുന്നു. അതായത് 1000 പോയിന്റ് വീഴുന്നു പറഞ്ഞിരുന്നു. നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ലെവൽസ് നമ്മൾ കൃത്യമായിട്ട് യാഥാർത്ഥ്യം പോലെ പറയണം. ആണ് നിങ്ങൾ വിഷമിക്കില്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെ ഒരു പ്രത്യേകത. അപ്പം 45,500 നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു. ആ ഒരു ക്യാൻഡിൽ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു. അന്നും ഈ പറഞ്ഞ പ്രകാരം ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 1000 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിൽ സിമ്പിളായിട്ട്, അതായത് വളരെ കുറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1000 പോയിന്റ് സിമ്പിളായിട്ട് ഫോളോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാൻ ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ ലെവൽസ് പറഞ്ഞു മാത്രമല്ല, ലെവൽസ് കൃത്യമായിട്ട് പാലിച്ചിട്ട് ഓപ്ഷൻസ് ചെയ്യാൻ നല്ല രീതിയിൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ആഴ്ചയിലേക്കുള്ള ലെവൽസ് ഞാൻ എങ്ങനെയാണ് പറയാൻ നോക്കാം. അടുത്ത ആഴ്ചയിലേക്ക് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 44,866 നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോ, 44,500 ഇനിയും പറയാണ് വലിയൊരു സപ്പോർട്ടാണ്. 44,500 ഇപ്പോൾ ഒരു 10-350 പോയിന്റ് മുകളിലാണ് നിൽക്കുന്നത്. അപ്പം 44,500 ഇനിയും ഒരു പ്രാവശ്യം കൂടി ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അടുത്ത മേജർ സപ്പോർട്ട് 43,300. അതായത്
ഒരു 1200 പോയിന്റ് കൂടി വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, 44,500 ബ്രേക്ക് ഡൗൺ ചെയ്യാത്ത പക്ഷം ഒരു കൺസോൾട്ടേഷൻ മൂഡിൽ ചെറിയൊരു നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ 44,500 ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ 43,300 അടുത്ത സപ്പോർട്ട്. ഒറ്റയടിക്കൊന്ന് പോകുന്നു ഞാൻ പറയുന്നില്ല, എന്നാലും കുറേശ്ശെയായിട്ട് 43,300 എത്താനുള്ള സാധ്യതയുണ്ട് 44,500 ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ മാത്രം. ഓക്കെ, പിന്നെ ബുള്ളിഷ്നെസ് ബാങ്ക് നിഫ്റ്റിയിൽ ഫീൽ ചെയ്യണമെങ്കിൽ ഒരു 46,500 ക്രോസ് ചെയ്ത് പോകണം. അതായത് ഒരു 2000 പോയിന്റ് ക്രോസ് ചെയ്ത് പോയാലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ്നെസ് എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇനി നിഫ്റ്റിയുടെ ലെവൽസ് പറയാം. നിഫ്റ്റി ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് 21,352 ഇതിലൊരു ബുള്ളിഷ്നെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ 21,600 ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി ബുള്ളിഷ്നെസ് ആയി എന്ന് ഞാൻ പറയാം. 21,600 ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമാണ് നിഫ്റ്റി ബുള്ളിഷ്നെസ് ആവുള്ളൂ. അല്ലാത്ത പക്ഷം നെഗറ്റീവ് സെന്റിമെന്റ്സിലാണ് നിൽക്കുന്നത് നിഫ്റ്റി. ഇനി മേജർ സപ്പോർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 21,000 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 21,000 അവിടേക്ക് വന്നില്ല. ഏകദേശം ഒരു 21,100 എത്രയാ 21,135 വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പ്രൊഡിക്ഷൻ പ്രകാരം 21,000 എത്തണം. പക്ഷെ അത് എത്തിയില്ല. പക്ഷെ അത് എന്താ പറയുക, അടുത്തന്നെ എത്തുന്നതന്നെ എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത്. നമുക്കങ്ങനെ ഫീലിങ്സ് അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം താഴോട്ട് വരണ്ട, മുകളിലേക്ക് പോകണം തന്നെയാണ് നിങ്ങളെപ്പോലെ എൻ്റെ ആഗ്രഹം. നമ്മുടെയും കയ്യിലുള്ള സ്റ്റോക്കുകൾ ഹോൾഡിങ്സിലുണ്ട്. അപ്പോൾ ഹോൾഡിങ്സിലുള്ള സ്റ്റോക്ക് ഗ്രീനിലേക്ക് എത്തണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഓൾറെഡി മുകളിലേക്ക് പോകണം. പക്ഷെ അത് നമ്മുടെ ആഗ്രഹം. പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ആ യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ 21,600 ശേഷം മാത്രമേ ഞാൻ യൂട്യൂബിലെ വീഡിയോസുമായിട്ട് സ്വിംഗ് ട്രേഡറിൻ്റെ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ ലെവൽസ് മാത്രമേ പറയുള്ളൂ. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് തല വെച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അത് കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ 21,600 ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബുള്ളിഷ്നെസ് ആയി, സൂപ്പർ ബുള്ളിഷ്നെസ് ആയി എന്നർത്ഥം. അല്ലാത്ത പക്ഷം 21,000 വലിയൊരു സപ്പോർട്ടാണ്. 21,000 സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു വിചാരിക്കാം. അല്ലാത്ത പക്ഷം അടുത്ത ലെവൽസ് കാണാനുള്ളത് കുറച്ച് അധികം താഴോട്ട് പോകണം. ഒരു 20,500 വരെ പോകണം. അതായത് ഒരു 500 പോയിന്റ് കൂടി താഴോട്ട് പോയാലാണ് ചെറിയൊരു സപ്പോർട്ട് പോലെ ഫീൽ ചെയ്യണല്ലോ. 21,000 സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ 20,500 വരെ 20,500 വരെ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിലുണ്ട് സ്റ്റോക്ക്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അത് കുഴപ്പമില്ല കേട്ടോ, നാളെ മാർക്കറ്റ് മുകളിലേക്ക് പൊക്കോളൂട്ടാന്ന് നിങ്ങൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഇനി താഴോട്ട് പോകുന്നു ഞാൻ തമ്പനയിൽ പറഞ്ഞല്ലോ. അതിൻ്റെ റീസൺസ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചില്ല. ആ റീസൺസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് 2024 ഈ മാസം തന്നെ ജനുവരി 24-ാം തീയതി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ ഞാൻ പരിശോധിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ സംഭവം നമ്മൾ ചെറുകിട റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണെങ്കിലും ഞാൻ എപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നോക്കാറ്. അപ്പോൾ അവരുടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അവർ റീഡ് ചെയ്യുന്നത്, അതനുസരിച്ചാണ് ഞാൻ എൻ്റെ പൊസിഷൻ എടുക്കാറ്. ഓക്കെ, അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നോക്കുമ്പോൾ ജനുവരി 24-ാം തീയതി അവരെ 52% അവർ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ അത്രമാത്രം വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 24-ാം തീയതി വ്യാഴാഴ്ച, 25-ാം തീയതി വെള്ളിയാഴ്ച കഥ മാറി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായിപ്പോയി. കാരണം 52% ഷോർട്ട് പൊസിഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ വെള്ളിയാഴ്ച അവധിയായിരുന്നു, റിപ്പബ്ലിക് ഡേ അവധിയായിരുന്നു. വ്യാഴാഴ്ച 78% അവർ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം, ഒരൊറ്റ ദിവസം കൊണ്ട് 26% അധികമായിട്ട് ഷോർട്ട് ചെയ്തു. അതായത് ഈ നിഫ്റ്റി 78% അവർ ഷോർട്ട് പൊസിഷൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എന്താണ് വായിച്ചെടുക്കുന്നത്? അതായത് അവര് മുകളിലേക്ക് പോകാനായിട്ട് കൺസോൾട്ടേഷൻ മൂഡ് മാത്രമല്ല, ഒരു കാരണവശാലും മുകളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അവർ താഴോട്ട് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ അതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുന്നത്. കാരണം 78% അവർ ഷോർട്ട് ചെയ്ത് വെച്ചത്. ഞാൻ തന്നെ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. 52% ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഒരു കൺസോൾട്ടേഷൻ മൂഡെന്ന് മാത്രം വിചാരിക്കണല്ലോ. പക്ഷേ ആ സമയത്താണ് ഒറ്റ ദിവസം കൊണ്ട് 26% ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് 78% ഇപ്പോൾ നെറ്റ് അവർ ഷോർട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ഇതെന്താ സംഭവിക്കുന്നത്, കഥ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല നമുക്ക്.
അപ്പോൾ നമ്മൾ മന്ത്ലി ഡാറ്റ പരിശോധിച്ചു. മന്ത്ലി ഡാറ്റ പരിശോധിക്കുമ്പോൾ അതിഭീകരമായ വേറൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഭീകരമായ യാഥാർത്ഥ്യം എന്ന് വെറുതെ പറയുന്നതല്ല, ഞാൻ ബാക്കി ഡാറ്റ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭീകരമാണോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം, അതായത് ജനുവരി 2023 അവർ സെല് ചെയ്തിട്ടുണ്ട്, ഒരു 18,210 കോടി രൂപ സെല് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ 11,900 കോടി രൂപ സെല് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4-5 മാസം അവർ ബൈ മോഡിലേക്ക് പോയി. അതിനുശേഷം ആഗസ്റ്റ് മാസം എത്തിയപ്പോൾ വീണ്ടും സെല്ലിങ് തുടങ്ങി. 20,620 കോടി രൂപ സെല്ല് ചെയ്തു. സെപ്റ്റംബറിലും സെല്ല് ചെയ്തു. 26,692 കോടി രൂപ സെപ്റ്റംബറിൽ സെല്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒക്ടോബറിലും അവർ സെല്ല് ചെയ്തു 30,827 കോടി രൂപ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഭയങ്കര സെല്ലിംഗ് ആണെന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അത് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നവംബർ മാസത്തിൽ ബൈയിങ് നടത്തി തുടങ്ങിയവർ വളരെ കുറച്ച് മാത്രം 3,875 കോടി രൂപ മാത്രം ബൈ ചെയ്തു. നവംബർ മാസത്തെ ഡാറ്റയാണ് കേൾക്കുന്നത് കേട്ടോ. 3,875 കോടി രൂപ. ഡിസംബറിൽ 31,951 കോടി രൂപ ബൈ ചെയ്തു. അപ്പം നമ്മളൊക്കെ വിചാരിച്ചു സൂപ്പറായി, നവംബറിൽ 3,800 കോടിയും ഡിസംബറിൽ 31,000, അതായത് ഓൾമോസ്റ്റ് 32,000 കോടിയുടെ അടുത്ത് ഒരു ബൈ നടത്തി. അപ്പം ഇനി ജനുവരി തൊട്ട് ഫുള്ള് ബൈങ്ങാന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? അല്ല, ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം അതേമാതിരിയാണ് അവരുടെ ഡാറ്റ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ജനുവരിയിൽ 25 വരെയുള്ള ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 26 റിപ്പബ്ലിക് ഡേ മുടക്കായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതായത് 3 ദിവസം കൂടി ഉണ്ട് കണക്കം പ്രകാരം ജനുവരി കഴിയുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് പോലും ഞാൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ പരിശോധിച്ച് നോക്കിയപ്പോൾ ജനുവരി മാസത്തിൽ മാത്രം അവർ 35,778 കോടി രൂപയാണ് സെല്ല് ചെയ്തേക്കുന്നത്. എത്ര? 35,778 കോടി രൂപ സെല്ല് ചെയ്തു. അതായത് നവംബറിൽ 3,875 കോടി രൂപ ബൈ ചെയ്തു. ഡിസംബറിൽ 31,000 കോടി രൂപ ബൈ ചെയ്തു. ഈ നവംബറിലും ഡിസംബറും കൂടി ബൈ ചെയ്ത ആ എമൗണ്ട് അത്രയ്ക്കും തന്നെ ജനുവരി ഒറ്റ മാസം കൊണ്ട് തന്നെ വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. അതായത് അവർ സത്യം പറഞ്ഞാൽ അത് 2 മാസം വെറുതെ നമുക്ക് ബൈയിങ് നടത്തി നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ബൈയിങ് നടത്തി കാണിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജനുവരി മാസത്തിൽ ഫുള്ള് ബൈയിങ് ആണെന്ന് വിചാരിച്ചു. ആ 2 മാസം ബൈ ചെയ്ത എമൗണ്ട് എത്രയാണോ അത്രയും എമൗണ്ട് തന്നെ ജനുവരി മാസം ഒരൊറ്റ മാസം കൊണ്ട് തന്നെ അവർ പിൻവലിച്ചെടുത്തു. 35,778 കോടി രൂപ പിൻവലിച്ചെടുത്തു. ഇനി 3 ദിവസമൊക്കെ എടുക്കണം ജനുവരി കഴിയുന്നതിന് വേണ്ടിയിട്ട്. വളരെ 10-25 ദിവസത്തിനുള്ളിൽ 35,000 കോടി രൂപ സെല്ല് ചെയ്തിട്ട് മാറിയുണ്ട്. അപ്പോൾ എന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്ലോബൽ മാർക്കറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, എല്ലാവരും ഓൾ ടൈം ഹൈയും കാര്യങ്ങളും ബ്രേക്ക് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് കുറച്ച് കൺസോൾട്ടേഷൻ മോഡിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ മാർക്കറ്റ് ഈ നിലയ്ക്ക് അതിശക്തമായിട്ട് 78% അവർ ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചത്. അതിന്റെ കാരണം എന്താന്ന് ഞാൻ നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. HDFC ബാങ്കിന്റെ റിസൾട്ട് വന്നു, അത് ഇതിന് മോശമായെന്ന് പറഞ്ഞു. സംഭവം ശരി, അത് 2-3 ദിവസം കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി, അത് കാര്യം കഴിഞ്ഞു. അങ്ങനെ അവർ തീർന്നു പോകാൻ അവർ ഉദ്ദേശിക്കുന്നില്ല, അവരങ്ങനെ തീർക്കണില്ല. അവർ ഈ 52% ഷോർട്ട് പൊസിഷൻ ഉണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട്. വ്യാഴാഴ്ച ഒറ്റ ദിവസം കൊണ്ട് 78%, അതായത് 26% ഒറ്റ ദിവസം കൊണ്ട് ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചു. അതിൻ്റെ എന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അതായത് മാർക്കറ്റ് താഴോട്ട് പോകുന്നേ തീരുന്ന ഒരു നിർബന്ധം. 78% ഷോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വേറെ ഒന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെതായി ബുദ്ധിക്ക് തോന്നുന്നത് മാർച്ചിലോ ഏപ്രിലോ ലോക്സഭ ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇലക്ഷന് മുന്നേ അവരുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് ഒക്കെ പരമാവധി വിറ്റൊഴിവായി, അതായത് ഒരു സേഫ് സോണിൽ എത്തി നിൽക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നു എന്ന് തോന്നുന്നു. മാർച്ച് ഏപ്രിൽ ലോക്സഭ ഇലക്ഷൻ വരുന്നതിന് മുന്നേ അവരുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് ഒക്കെ ഒന്ന് സെല്ല് ചെയ്ത്, അതായത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹോൾഡിങ്സ് മാത്രം നിലനിർത്തിക്കൊണ്ട് റിസ്ക് ഉള്ള ഹോൾഡിങ്സ് ഷെയറുകളൊക്കെ ഒന്ന് വിറ്റ് മാറി ഫ്രീ ആയിട്ട് ഇരിക്കുക. കാരണം ഇലക്ഷൻ വരികയാണ്. ഇലക്ഷനിൽ ആര് ജയിക്കും? ഇപ്പോൾ നിലവിലുള്ള പാർട്ടി ജയിക്കുമോ, വേറൊരു പാർട്ടി ജയിക്കുമോ, പിന്നെ വേറൊരു പാർട്ടി എന്താ സംഭവിക്കുക? അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് നമ്മളെപ്പോലെ അവർക്കും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ അതിനാലാണ് എനിക്ക് തോന്നുന്നു, അത് ഞാൻ ഒരു ഡാറ്റയിൽ നോക്കി പറയുന്നതല്ല, എനിക്ക് അങ്ങനെയാണ് ഫീലിങ്സ് കാണുന്നത്. അല്ലാതെ ഇപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു ഭൂകമ്പോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോവിഡ് വേറൊരു മോശം കാലാവസ്ഥ ഇവിടെ ഇല്ല. അത്യാവശ്യം കമ്പനികളുടെ Q1 റിസൾട്ടുകളൊക്കെ നല്ല വലിയ അത്ര ഗംഭീരമല്ല, എന്നാലും കുഴപ്പമില്ല, ഓക്കെ ഒരു മാന്യമായ പ്രോഫിറ്റ് ഒക്കെ എടുത്ത് പോകേണ്ട ഒരു നല്ല കമ്പനികളും Q1 റിസൾട്ടിലൊക്കെ. പക്ഷേ അപ്പോൾ വേറൊരു
കാരണം ഞാൻ കണ്ടിട്ട് കാണാനില്ല. അപ്പോൾ എനിക്ക് ഈ കാരണം കാണുന്നത് ലോക്സഭ ഇലക്ഷൻ മാർച്ചിലോ ഏപ്രിലോ വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് അവരുടെ സ്റ്റോക്കുകളൊക്കെ സെല്ല് ചെയ്ത് അവർ ഫ്രീ ആയിട്ട് ഇരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം അവർക്ക് വീണ്ടും അക്യുമുലേഷൻ ചെയ്യാലോ, അതാണ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് എനിക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഈ ഡാറ്റകളൊക്കെ കൃത്യമാണ്, പക്ഷെ ഞാൻ പറഞ്ഞ ഈ കാരണം റീസൺ അത് എൻ്റെ മാത്രം കണ്ടെത്തിയ ഒരു കാരണമായിട്ട് ഞാൻ പറയാണ്. അണ്ട് ഞാൻ വേറെ ഒടുത്തിയതും വായിച്ചെടുത്ത കാരണമല്ല. ഞാൻ ന്യൂസ് വായിക്കാറില്ല. ന്യൂസ് വായിക്കാനെന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ടി വിയിൽ ന്യൂസ് കാണും, പക്ഷേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റീവ്സായ ന്യൂസുകൾ ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം ന്യൂസ് അത്ര ശ്രദ്ധിക്കാറില്ല, ഉടായിപ്പോൾ ന്യൂസുകളാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറ്. പക്ഷേ ഡാറ്റ കൃത്യമാണ്. ഈ പറഞ്ഞ സെല്ലിങ്ങും ബൈങ്ങിങ് നടത്തിയ ഡാറ്റ കൃത്യമാണ്. ജനുവരി മാസം മാത്രം 35,778 കോടി രൂപ സെല്ല് ചെയ്തിട്ടുണ്ട്. അത് ഡാറ്റ വളരെ കൃത്യമാണ്. 78% ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ ഡാറ്റയും വ്യക്തമാണ്. റീസൺ ഞാൻ കണ്ടെത്തിയ റീസൺ എന്ന് പറയാനുള്ളത് ലോക്സഭ ഇലക്ഷൻ മുന്നോടിയായിട്ട് സെൽ ഓഫ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഞാൻ മാർക്കറ്റ് അടുത്ത ആഴ്ച താഴോട്ട് വീഴുന്നു പറഞ്ഞു വെച്ചിട്ട് നിങ്ങളെല്ലാവരും സെൽ പൊസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷൻ സെൽ റെക്കമെൻഡേഷൻ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറെ ചോദിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ബൈ ഓൾ.